അമ്മമ്മയ്ക്ക് ഇപ്പോൾ ഹെൽപ്പർ വേണം. പഴയ കാലമല്ല, എല്ലാത്തിനും ഒരാൾ വേണം കൂടെ സഹായത്തിന്. അമ്മ ഒരു വളരെ പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഇറ്റ്സ് സോ ഹിലേറിയസ്. ഇവരെന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? When people question her sincerity as a daughter. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് നടക്കണം. And it's just too much to just sit back and be like, oh, silence is the greatest weapon. എനിക്ക് ആരുമില്ല, എന്റെ ഭർത്താവ് പോയപ്പോ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല. അമ്മമ്മയ്ക്ക് ഇപ്പോൾ ഹെൽപ്പർ വേണം. പഴയ കാലമല്ല. അമ്മ ഒരു വളരെ പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച്. അതിന് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ. അപ്പൊ ഈ പെൺകുട്ടിയുടെ പേര് തൻവി അങ്ങനെ എന്തോ ആണ് ആ പെൺകുട്ടിയുടെ പേര്. ഇവരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇവരുടെ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രകൃതി കൊണ്ടുവന്ന് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഉണ്ടാക്കി എടുക്കുന്നതാ. of course not. What nonsense. That lonesome engine sigh. ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഒരു ഒളിഞ്ഞു നോട്ടം എന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ഞാൻ മറ്റൊരാളുടെ അടുക്കളയിലേക്കോ കിടപ്പുമുറിയിലേക്കോ സ്വീകരണ മുറിയിലേക്കോ കടന്ന് അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിക്കുന്ന ആളല്ല. എനിക്ക് അതിൽ താല്പര്യവുമില്ല. സാമൂഹ്യ പ്രസക്തിയുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് അവരെ ഏതെങ്കിലും നിലയിൽ സ്വാധീനിക്കുന്നതോ അവരെ ഏതെങ്കിലും നിലയിൽ ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തികളെ കുറിച്ച് അങ്ങനെ ഒരു സംസാരവും പോകാൻ നടത്താറില്ല. വ്യക്തിപരമായി ആരെക്കുറിച്ചെങ്കിലും അപൂർവം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ സമൂഹത്തെ ബാധിക്കാൻ ഏതെങ്കിലും തരത്തിൽ ദോഷമായി ബാധിക്കാൻ സാധ്യതയുള്ള മനുഷ്യരെ ആയിരിക്കാം കൂടുതലും പോകാൻ അങ്ങനെ വ്യക്തിപരമായി സൂചനകൾ നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. പേരെടുത്ത് അങ്ങനെ പറയാറുമില്ല. ഇപ്പോൾ അഹാന കൃഷ്ണകുമാറിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ലേ, it's such a pathetic state of affairs that എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് നടക്കണം. ഒരാള് മറ്റൊരാളെ പറ്റി, മറ്റൊരു ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം വന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുവാണ്. അവരുടെ കുടുംബകാര്യമാണ്, നമ്മളാരും ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അവരുടെ കുടുംബ പ്രശ്നം സമൂഹത്തെ ബാധിക്കേണ്ട വിഷയവുമല്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർ ഇത് പുറത്തേക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടേക്കാം. അവരുടെ സംസാരം ആവട്ടെ, അവരുടെ പെരുമാറ്റമാവട്ടെ, അവരുടെ മുഖഭാവമാവട്ടെ ഒക്കെ തന്നെ ചിലപ്പോൾ പക്ഷെ എല്ലാവർക്കും ദഹിച്ചു എന്ന് വരില്ല. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കാലികമല്ല. അവരുടെ സംസാരം എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതല്ല എന്ന് വേണമെങ്കിൽ തോന്നാം. അതിന്റെ പേര് എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച്. ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലേ ഞാൻ പറയില്ല. അമ്മൂമ്മേനെ ഇവരാരും ഇപ്പം തിരിഞ്ഞു ഇപ്പൊ ശരിക്കും അവർ നോക്കുന്നില്ല. എന്റെ ഭർത്താവ് പോയപ്പോ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. അപ്പൊ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രായമായ വ്യക്തി എന്തെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് ദഹിക്കാതെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തലമുറ മാറ്റത്തിന്റെ പ്രശ്നമാണ്. അവര് വളർന്ന സാഹചര്യം, ഈ കുഞ്ഞുങ്ങൾ വളരുന്ന മറ്റൊരു സാഹചര്യം, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നേരെ ഫോൺ എടുത്ത് കുടുംബകാര്യങ്ങൾ വിളിച്ചു പറയുക. അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാൻ ഇല്ലാതായപ്പോൾ അവിടെയുള്ളതെല്ലാം she was always telling us that she's not happy with her life. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളോട് വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. ഞാനൊരു മാലാഖയാണെന്നും അതല്ലെന്നും ഇല്ലെന്ന് പറയുന്ന ആള്. ഒരുപാട് ട്രോളന്മാരും ഒരുപാട് റിയാക്ടർമാരും ഒരുപാട് പ്രതികരണ തൊഴിലാളികളും ഈ വിഷയത്തിന്മേൽ ധാരാളമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞ നിലയ്ക്ക് ഈ പരിക്ക് മുഴുവൻ ഉണ്ടാകുന്നത് വലിയ സ്വാധീനശേഷി ഇല്ലാത്ത ഈ തൻവി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പൊ എന്തായാലും എൻ്റെ 2 കുട്ടികൾക്ക് എന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്. ഇനി വ്ളോഗും ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കുക. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളിപ്പോൾ അവർ സക്സസ്ഫുൾ ആണ്, അവർ പോപ്പുലർ ആണ്, അതും കൂടിയാണെങ്കിൽ പറയണ്ട. ഒരു സാധനം കിട്ടിയാലുടനെ കേട്ട പാടെ കേൾക്കാത്ത പാടെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ചാടി വീണ് ജഡ്ജ് ചെയ്ത് തെറിവിളി തുടങ്ങുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉപദേശവും കൂടിയുണ്ട്. ഡസ് ദിസ് ടോപ്പിക് ഡു എനി ഗുഡ് ടു ദ സൊസൈറ്റി? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ആകെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ഈ വീഡിയോ ഇടുന്ന ഈ ചാനൽ ഓണറിനാണ്. യു ടോക്ക്
anything good or bad about a popular person, you will get more traction and views than your other videos, and the views converts to money. പ്രതികരണ തൊഴിലാളികൾ എങ്ങനെയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളവരുടെ പ്രഭാഷണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാവരും ഇതുപോലെ ജനകീയമായ വിഷയങ്ങൾ നോക്കി വർത്തമാനം പറഞ്ഞും പ്രതികരിച്ചും ഇരിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുന്നത്? ഓസിയുടെ ഈസിയായ പ്രസവം കേരളം കണ്ടു, 1 കോടിയിലധികം ആളുകൾ കണ്ടു. എത്ര ലക്ഷം രൂപ അവർക്ക് അതുവഴി സമ്പാദിക്കാൻ സാധിച്ചു? ഇവരെല്ലാവരും വീഡിയോ ചെയ്യുന്നത് പൊതുകാര്യങ്ങൾ സംസാരിക്കാനും പൊതുസമൂഹത്തെ ഉദ്ധരിക്കാനും ആണോ? അല്ല, പണത്തിന് വേണ്ടി തന്നെയല്ലേ? പണമല്ലേ മുഖ്യം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ എന്ന് പറയുന്ന വിളിക്ക് ഇരപ്പെടാൻ സാധിക്കുന്നതെന്ന് ഈ അഹാനെ പോലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ എന്നെ ബോധിപ്പിക്കല്ലേ. ഞാൻ ഇരുന്ന് വർത്തമാനം കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ആളുകളുടെ ശത്രുതയല്ലാതെ ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ അഹാന പറഞ്ഞതുപോലെ വ്യക്തിപരമാവുന്നതല്ല, പൊതുസമൂഹത്തിന് വേണ്ടി നാവാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളൊക്കെ, ഈ യുവതികളൊക്കെ അവരുടെ ജീവിതം, അവരുടെ ലിപ്സ്റ്റിക് പരിചയപ്പെടുത്തുന്നത്, അവരുടെ കൈനഖം എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതിനെ കുറിച്ച്, അവർ പുതിയ കൃത്രിമ നഖം വിരലിൽ പതിപ്പിക്കുന്നതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് ഡേ ഇൻ മൈ ലൈഫ്. കക്കൂസിൽ നിന്ന് കുളിമുറിയിലേക്ക്, കുളിമുറിയിൽ നിന്ന് സ്വീകരണ മുറിയിലേക്ക്, സ്വീകരണ മുറിയിൽ നിന്ന് കാറിൽ കയറി കടയിലേക്ക്, ഇങ്ങനെയുള്ള കുറച്ച് യാത്രകളും വെച്ച് ഈ ഫോണിന്റെ മുന്നിലൂടെ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇത് മഹത്തായിട്ടുള്ള വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ KCA പോലുള്ള ആളുകളെയൊക്കെ എന്താണ് വ്ളോഗ് എന്നുള്ളത് കണ്ടു മനസ്സിലാക്കുന്ന ഒരാളാണ്. പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾക്കകത്ത് സാമൂഹ്യ മൂല്യമുള്ള ഒന്നുമില്ല, പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഒന്നുമില്ല. അമ്മൂമ്മയെ ബിച്ച് എന്ന് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ ഒരു വശത്ത് കരയുന്നു. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ വാങ്ങിയെടുക്കുന്നുണ്ട്, ഡോളറുകൾ. എന്നിട്ട് പിന്നെ ഉപദേശവും കൂടി, പ്രതികരണ തൊഴിലാളികൾ ഇന്ന വിഷയങ്ങളിൽ വേണമെന്ന് പറഞ്ഞ അഹാന കൃഷ്ണകുമാറിന്റേതായിട്ടുള്ള പ്രകടനം വേറൊന്ന്. ഇത് പറയുമ്പോ എനിക്കൊരു സമാധാനമുണ്ട്. അഹാന, ഞാനൊരു കാര്യം പറയാം. സമൂഹത്തോട് അത്രമാത്രം കടപ്പാടുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്, പോങ്ങന്മാരുണ്ട്. ഞങ്ങളാരും ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നവരല്ല. കുടുംബം വിട്ടുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഇല്ല, നിങ്ങൾ ആരും സംസാരിക്കാറില്ല. ശ്രീ കൃഷ്ണകുമാർ തന്നെ, ഞാൻ വളരെ വേദനയോടുകൂടി പറയുകയാണ്, നിങ്ങളുടെയൊക്കെ സ്വാധീനം അദ്ദേഹത്തിൽ വലിയ നിലയിൽ ചെലുത്തുന്നത് കൊണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പോലുള്ള പരിപാടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എത്ര വീഡിയോ അദ്ദേഹത്തിന്റെ ചാനലിൽ കാണാൻ കഴിയുന്നുണ്ട് പൊതുകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത്? ഇല്ല. അതാ പറഞ്ഞത്, പോങ്ങനെ പോലുള്ളവർ നിരന്തരം ശത്രുക്കളെ സമ്പാദിച്ച്, ദാരിദ്ര്യം സമ്പാദിച്ച്, കഷ്ടതകൾ സമ്പാദിച്ച്, തെറിവിളികൾ സമ്പാദിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. ഈസിയായ ഓസിയുടെ പ്രസവത്തിന് പോലും കോടിക്കണക്കിന് കാഴ്ചകൾ ലഭിച്ചു. നല്ലതാണ്. കുഞ്ഞിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത് ഓമനിക്കുന്നതും ഞാൻ കണ്ടു. ഇന്ന് ചിത്രം കണ്ടു. സന്തോഷം, മഹാഭാഗ്യമാണതൊക്കെ. പക്ഷെ ഇവരൊക്കെ എത്ര പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞങ്ങളൊക്കെ നടത്തുന്ന പൊതുപ്രവർത്തനം ഗോപ്യമായിട്ടാണ്, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സാധുക്കളെ തേടിപ്പിടിച്ച് അങ്ങ് സേവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയരുത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രകടമാകണം. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കാശുണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറയരുത്. അവിടെ ഈച്ചയും പൂച്ചയും പട്ടിയെയും പൂക്കളെയും മാത്രം കാണിച്ചാൽ പോരാ, ചെടികളെ മാത്രം കാണിച്ചാൽ പോരാ, സൗഹൃദങ്ങളെ മാത്രം കാണിച്ചാൽ പോരാ. അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. ഇങ്ങനെ ആൾക്കാർ കള്ളം പറയുന്നത് ലൈക്ക് വാട്ട് ഈസ് ദിസ്? നമ്മളിങ്ങനെ സിനിമയിലും സീരിയലിലും ഒക്കെയല്ലേ ആൾക്കാർ ഇങ്ങനെ കള്ളം. സോ ഫോർ മൈ ഓൺ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഡിസ്പൈറ്റ് മൈ ഡാഡ് നോട്ട് വാണ്ടിങ് മീ ടു കം ആൻഡ് ഡു ദിസ്, I wanted to do it for my own satisfaction. And like, നിങ്ങൾ നിങ്ങളുടെ അമ്മൂമ്മയുമായിട്ട് കശപിശ ഉണ്ടാക്കുന്നു, എന്നിട്ട് ബഹളം വെക്കുന്നു. അതിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ കൂടി ആ കുട്ടി ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെട്ടു, ഈ പറഞ്ഞ തൻവി എന്ന് പറയുന്ന ആള്, എന്നെനിക്ക് തോന്നുകയാണ്. ക്ഷമിക്കണം, ദാഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം കുടുംബകാര്യങ്ങൾ വിളിച്ചു പറയുകയും ഇതുപോലുള്ള കാര്യം ഇതൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമൂഹത്തിന് ഉപദേശവും കൂടെ പിന്നെ കൊടുക്കരുത്. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. ചിലർക്ക് വിജയിക്കാൻ കഴിയുന്നു, ചിലർക്ക് ഒരു കൂട്ടത്തെ സ്വാധീനിക്കാൻ കഴിയുന്നു. ഇതുകൊണ്ടൊക്കെ ഉള്ളൂ. പോങ്ങൻ ഇന്നുവരെയും എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു കോപം സംസാരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഊറ്റത്തിലാണ് ഞാനിത് പറയുന്നത്. നാളെയും എനിക്ക് സ്വാധീനശേഷിയും സാമൂഹ്യ മൂല്യമുള്ള ഒരു മനുഷ്യനെയും വേണ്ട ജീവിതത്തിൽ. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഈ വിഷയം തീർച്ചയായിട്ടും മറ്റാരും പറയില്ല ഒരു പോങ്ങൻ അല്ലാതെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ശ്രദ്ധിക്കണം, അഹാന കൃഷ്ണകുമാറും ശ്രദ്ധിക്കണം, സഹോദരിമാരും ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ വലിയ സാമൂഹ്യ മൂല്യമുള്ള ആളുകളാണ്. നിങ്ങളുടെ ആരാധകർ ഇന്ന് വന്ന് എൻ്റെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ വന്ന് നിങ്ങളുടെ ആൾക്കാർ ചൊറിഞ്ഞേക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ഈ തന്വിക്ക് സ്വാധീനശേഷി നിങ്ങളുടെ അത്രയില്ല. ഇപ്പൊ നിങ്ങളുടെ ആരാധകർ മുഴുവൻ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക.
അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ചെയ്യരുത്. നിങ്ങൾക്ക് സ്വാധീനമുണ്ട്, നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങൾക്ക് സാമൂഹ്യ മൂല്യമുണ്ട്, നിങ്ങൾക്ക് സുപ്രസിദ്ധിയുണ്ട്. ഇനിയെങ്കിലും നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം ജീവിക്കുക. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ തുറന്നു കാണിച്ച് നിങ്ങളുടെ ജീവിതം പങ്കിട്ട് നിങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കോളൂ. ഡോളറുകൾ പരമാവധി കേരളത്തിലോട്ട് വരട്ടെ. നിങ്ങൾ ആരും ഇത് പൂഴ്ത്തി വെക്കുവല്ലോ ചെയ്യുന്നത്. നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾ ഡോളറുകൾ എത്തിക്കൂ, നിങ്ങൾ അത് അനുഭവിച്ചോളൂ. നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിലേക്ക് ആ ഡോളർ ഒഴുകുന്നില്ലേ? നിങ്ങൾ വസ്ത്രം വാങ്ങുമ്പോൾ, നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡോളറുകൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് സാധാരണ മനുഷ്യരിലേക്ക് എത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അസൂയയില്ല, കുശുമ്പില്ല, ഒന്നുമില്ല. നിങ്ങൾ ധനമുണ്ടാക്കൂ, നിങ്ങൾ ഡോളറുകൾ സമ്പാദിക്കൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ സമൂഹത്തിൽ ബാക്കിയുള്ള മനുഷ്യരെ അങ്ങോട്ട് ഉപദേശിച്ചു വിടരുത്. എൻ്റെ ഈഗോയിൽ തട്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങളെല്ലാവരും ജീവിക്കാൻ പഠിച്ചവർ മാത്രമാണ്. പക്ഷെ അതല്ലാത്ത മനുഷ്യരും ഈ ലോകത്തുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് കൂടി ജീവിക്കാനുള്ള ഒരു ആവാസ വ്യൂഹം ഇവിടെ സംഭവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നവമാധ്യമങ്ങളിലൂടെ ഒരു പേരും പെരുമയും ഉണ്ടാക്കിയെടുക്കുക, വാക്സാമർത്ഥ്യം ഉണ്ടാവുക, എന്നിട്ട് അതുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവരെ മുഴുവൻ കൊച്ചാക്കി കളയുക. അതൊരു നല്ല രീതിയല്ല, കഷ്ടമാണ്. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. മക്കളും കൂടെ ഇഷ്ടപ്പെട്ടു മക്കളെ, ഇഷ്ടപ്പെട്ടു. ഇനി മക്കളും നിങ്ങളുടെ ഭക്ഷണം സ്വന്തമാനും കൂടെ കഴിച്ചാലേ ഒരു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം എത്ര വലുതാണ്. എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ഒരു വലിപ്പത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെറിയ ചെറിയ കാറ്റടിച്ചാലൊന്നും വീഴില്ല എന്നുള്ള ഒരു ധൈര്യം വന്നു കഴിയുമ്പോൾ മനുഷ്യരോട് നമുക്ക് തോന്നുന്ന ഒരുതരം പുച്ഛം കലർന്ന പിന്നെ വിനയമൊക്കെ നമ്മൾ അങ്ങോട്ട് വ്യാജമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ നോക്കും. അതായത് അഹങ്കാരത്തിൽ നിന്നും വരുന്ന ഒരു വിനയമുണ്ട്. പാടില്ല, ഇതൊന്നുമല്ല. നിങ്ങളെ പോലുള്ള ആളുകളൊന്നും ഇത് ചെയ്യരുത്. ആ കുട്ടിയെ തന്നെ എത്ര സാമർഥ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഫോണിൽ വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ 18 ലക്ഷത്തോളം ആളുകളുടെ മുന്നിലേക്ക് എത്തിയതിനു ശേഷം ആ തൻവി എന്ന് പറയുന്ന വ്യക്തിക്ക് പരിക്ക് പറ്റിക്കാവുന്ന അത്രയും പരിക്ക് നിങ്ങൾ പറ്റിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞ ട്രോളർമാർക്കും പ്രതികരണ തൊഴിലാളികൾക്കും ഒക്കെ ശരി തന്നെ, നല്ലത് തന്നെയാണ്. പക്ഷേ അഭിമാനം എന്ന് പറയുന്ന ഒന്നില്ലേ? നമ്മൾ പുറത്തേക്ക് വിടുക, ആദർശം മാത്രം വിടുക, നന്മ മാത്രം വിളമ്പുക, ശരി മാത്രം പറയുക, എന്നിട്ട് പ്രവൃത്തി. അമ്മൂമ്മ എത്ര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ മോശത്വത്തിനകത്തു പോലും അവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റുന്നത്. അപ്പോൾ വലിപ്പമുള്ള മക്കള്, പ്രതാപികള് ചേർത്ത് നിർത്തണം. അതാണ് വേണ്ടത്. അഹനയുടെ അനിയത്തി പറയുന്നത് ഭർത്താവിന്റെ അമ്മയെക്കുറിച്ച് വലിയ വിവാദമായല്ലോ, കേരളം ചർച്ച ചെയ്തതാണ്. ഞാൻ ഒരാളെ മാത്രമേ അമ്മയെന്ന് വിളിക്കൂ, അതെന്റെ പെറ്റ അമ്മയെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് അമ്മമാരുള്ള ഒരാളാണ് ഞാൻ ആലോചിച്ചു പോയി, ഇതെങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? എങ്ങനെ പറയാൻ പറ്റും? അമ്മ എന്നുള്ള ഒരു വിളി, പെറ്റമ്മയെ മാത്രം മറ്റൊരാളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് എന്തുമാത്രം അമ്മമാരുണ്ട്. അപ്പൊ പുതിയ കാലമാണ്, നിങ്ങളുടെ ലോകമാണിത്, സമ്മതിച്ചു. നിങ്ങൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന അങ്ങ് പൊതിയുകയാണ്. നിങ്ങളെ ആരെങ്കിലും വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചാൽ ഉടനെ തന്നെ അവന്റെ കീഴെ വന്നിട്ട് ചൊറിയുകയാണ്. എനിക്കൊരു കോപം പേടിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. പിന്നെ ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് നിങ്ങൾ സമ്പാദിച്ച് ഡോളറൊന്നും ഉണ്ടാക്കി തരാൻ വേണ്ട, പ്രതികരണങ്ങളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, മോശമാണ്. ആ തൻവി എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് സഹോദരനെ പോലെ കണ്ടു പറയുകയാണ്, നിങ്ങൾ ചെയ്തത് മണ്ടത്തരമായി പോയി. നിങ്ങൾ ആ വീഡിയോ ഒരു ദിവസം പഴക്കമിട്ടിട്ട് മാത്രമായിരുന്നു കളയേണ്ടത്. ഇതിപ്പോ നിങ്ങൾ പെട്ടുപോയി. നാട്ടുകാർ ചിലപ്പോൾ നിങ്ങളെ ഇതൊന്നും അറിയാതെ ചീത്ത വിളിച്ചൊന്നും ഇരിക്കും. അപ്പൊ സ്വാധീനവും സാമൂഹ്യ മൂല്യവും ഉള്ളവർക്ക് മാത്രമുള്ളതല്ല ലോകം. ആർക്കും എന്തും പാവപ്പെട്ടവനെ പറയാം, ദുർബലരെ പറയാം, ആൾബലം കുറവുള്ളവരെ പറയാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും തുല്യ നിലയിൽ ഈ ലോകത്തെ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരത്തിന് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. എനിക്ക് തന്നെ അയ്യേന്ന് തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ, സത്യമായിട്ടും. ശരി, സന്തോഷം. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വെറും പോകാനാണെന്നുള്ളത്. എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ. വളരെ ബഹുമാനപ്പെട്ട മലയാളികളോട് ഞാൻ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ അഹാനയുടെയും ഈ തൻവിയുടെയും ഒക്കെ ഈ വിഷയം, ഈ അമ്മൂമ്മ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേടിയെടുത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് കോടിക്കണക്കിനാണ്. വെറുതെ പറയല്ല. ഈ 2 ദിവസം കൊണ്ട് അവർ സമ്പാദിച്ചത് കോടിക്കണക്കിന് കാഴ്ചകളാണ്, ലക്ഷക്കണക്കിന് രൂപകളാണ്. വെറും അപ്പിളി ചപ്പിളി കാര്യം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പോയി ഇത്രയും സമയം പാഴാക്കി ഇത് കാണുന്നുണ്ടല്ലോ. പോങ്ങനെ പോലുള്ള ശുദ്ധ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നാവിട്ടലച്ച് തൊണ്ടയിലെ വെള്ളവും വറ്റിച്ച് തെറിവിളിയും മേടിച്ച് ദാരിദ്ര്യവും സമ്പാദിച്ച്
പൊതുകാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടുമ്പോൾ, ആശങ്കപ്പെടുമ്പോൾ ഇവളുമാരെല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മൂമ്മ അത് പറഞ്ഞു, എന്റെ അമ്മൂമ്മ Wanna go down? Yeah, I need that. We don't give a where my girls at. Wanna cop this Louis V bag? Born to slay, I'm counting up, talking to the boss, keep follow my lead. Yeah. അയ്യേ എന്റെ അമ്മൂമ്മ ബിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് റിച്ച് ആവുന്ന കുഞ്ഞുങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വെറും പോങ്ങൻ. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് കുശുമ്പ്, കുന്നായ്മ, അസൂയ മുതലായിട്ടുള്ള സദ്ഗുണങ്ങൾ കൊണ്ടാണ് ഞാൻ, അതൊക്കെ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. ഇത്തരം യാതൊരു സദ്ഗുണങ്ങളും ഉള്ള ഒരാളല്ല. എൻ്റെ ഒരു ദിവസം മുഴുവൻ എന്തായാലും നിങ്ങളെല്ലാവരോട് ചേർന്ന് കളഞ്ഞു. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതെല്ലാം പോയി. അതെന്ത് കാര്യം എന്തോ എനിക്ക് അങ്ങ് എന്തോന്നാ സത്യമാണ്. ഞാൻ ഇതിന്റെ പുറകെ ഒരു പരദൂഷണക്കാരന്റെ ബുദ്ധിയോടുകൂടി ഇത് മുഴുവൻ പരതി എടുത്തപ്പോഴാണ് മുത്തച്ഛൻ വാ അവൾ അങ്ങനെ പറയൂ. പോവാൻ സമയത്ത് അവിടെ വന്നിട്ട് മുത്തച്ഛി ഹായ് മുത്തച്ഛ, കോളേജിൽ നിന്ന് വരുമ്പോഴും അങ്ങനെ തന്നെ ഇവര് റൂമിൽ കിടക്കുകയാണെങ്കിൽ അവിടെ വന്ന് ഹായ് മുത്തച്ഛ. എനിക്ക് ഈ കൊച്ച് മറ്റേ ഈ തൻവി എന്ന് പറയുന്ന വ്യക്തി അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ തൻവിയൊക്കെ കുറെ കൂടി പരിഗണന നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അർഹിക്കുന്നു. നിങ്ങൾ ഇത്രയും സമ്പന്നരും സ്വാധീനശേഷിയുള്ളവരും സാമൂഹ്യ മൂല്യമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ചില വേവലാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചൊക്കെ ചേർത്ത് നിർത്തുക, പരിഗണിക്കുക, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിദ്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി, അത്രമാത്രമേ ഉള്ളൂ. സന്തോഷം. ടാറ്റ. I've been gone in a million flashes to do with the man in the masses, fading away like a phoenix to rise from the ashes. Don't tell me society's classless, we're children around on the asses, getting me high but I still keep an eye on the assets. അമ്മയ്ക്കിപ്പോൾ ഹെൽപ്പർ വേണം, പഴയ കാലമല്ല, എല്ലാത്തിനും ഒരാൾ വേണം കൂടെ സഹായത്തിന്. ഈ ഫോട്ടോ എടുക്കാൻ പോയ ദിവസം ഓർക്കുന്നുണ്ട്? അതൊക്കെ ഓർമ്മയുണ്ട്. ആണ്, അതൊക്കെ ഓർമ്മയുണ്ട്. കൊള്ളാം. അമ്മൂക്ക് കൂട്ടാണ്. അമ്മൂന്റെ കയ്യിലെ വാച്ചൊക്കെ നോക്കിയ റെഡ് വാച്ച്.